ലോകം ഭയക്കുന്ന സ്റ്റെൽത്ത് കരുത്തുമായി ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പദ്ധതികളിലൊന്നായി മാറുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് പദ്ധതി വലിയ മുന്നേറ്റത്തിലേക്ക് കടക്കുകയാണ്. തദ്ദേശീയമായി രൂപകൽപ്പനയും നിർമ്മാണവും ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയുടെ പ്രോട്ടോടൈപ്പ് വികസനത്തിനായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO 3 പ്രധാന മത്സരാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ശ്രദ്ധ മുഴുവൻ AMCAയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമശക്തി പുതുക്കിപ്പണിയാനുള്ള സ്വപ്ന പദ്ധതികളിൽ ഒന്നായി AMCAയെ കണക്കാക്കുമ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റിംഗ് നടപടിയെ ഒരു മൈൽ സ്റ്റോൺ എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ മത്സരത്തിൽ ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് മുൻനിരയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ലാർസൺ ആൻഡ് ട്യൂബ്രോ കൺസോർഷ്യവും ഭാരത് ഫോർജ് BEML ലിമിറ്റഡ് ഡാറ്റ പാറ്റേൺസ് എന്നിവ ഉൾപ്പെട്ട സംയുക്ത ഗ്രൂപ്പും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വകാര്യ പ്രതിരോധ വ്യവസായ മേഖലയിൽ വൻ സാന്നിധ്യമുള്ള ഈ കമ്പനികൾ AMCA പോലൊരു അത്യാധുനിക പദ്ധതികൾ നിർണായക പങ്കുവഹിക്കാൻ മുന്നോട്ട് വരുന്നത് രാജ്യത്തിന്റെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസിന്റെ വളർച്ചയും ആത്മവിശ്വാസവും വ്യക്തമാക്കുന്ന സൂചനയായി മാറുന്നു. ഈ പട്ടികയിൽ നിന്നും പുറത്തായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള വമ്പൻ സ്ഥാപനമാണ്. പ്രാരംഭ ലേലക്കാരിൽ HAL ഉൾപ്പെട്ടിരുന്നെങ്കിലും നിർബന്ധിത രേഖയിൽ ഉണ്ടായ പിശകിനെ തുടർന്ന് പ്രാഥമിക സ്ക്രീനിംഗിൽ തന്നെ കമ്പനിയെ ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പല പ്രധാന വിമാന പദ്ധതികളിലും HAL വഹിച്ചിരുന്ന പങ്ക് കണക്കിലെടുത്താൽ ഈ ഒഴിവാക്കൽ ശ്രദ്ധേയമാണ്. എന്നാൽ HALന് പിന്നീട് ലൈസൻസുള്ള നിർമ്മാണ ഘട്ടത്തിൽ പങ്കാളിയാകാനുള്ള അവസരം ലഭിക്കാമെന്ന സൂചനയും റിപ്പോർട്ടുകളിലുണ്ട്. HAL ചെയർമാൻ DK സുനിൽ അടുത്തിടെ AMCAയെ 10 വർഷം നീളുന്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടാത്താലും പിന്നീടുള്ള നിർമ്മാണ ഘട്ടത്തിൽ കമ്പനി പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കിയതും ഈ സാധ്യതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. AMCA പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഒരു സാങ്കേതിക ചാട്ടമാണ്. കാരണം ഇത് വെറുമൊരു യുദ്ധവിമാനം നിർമ്മിക്കുന്ന പദ്ധതി മാത്രമല്ല, മറിച്ച് ഇന്ത്യയെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉയർത്തുന്ന ശ്രമമാണ്. AMCAയുടെ ലക്ഷ്യം ഒരു തദ്ദേശീയ ഒറ്റ സീറ്റുള്ള ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം വികസിപ്പിക്കുക എന്നതാണ്. ഇതിൽ സ്റ്റെൽത്ത് കോട്ടിംഗ്, ആന്തരിക ആയുധ ബേകൾ, അടുത്ത തലമുറ ഏവിയോണിക്സ്, ഹൈ ആൻഡ് സെൻസർ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളിലൊന്നായ അമേരിക്കയുടെ F-35, റഷ്യയുടെ Su-57 പോലുള്ള വിമാനങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ തുല്യ നിലയിലെത്താനുള്ള ശ്രമമാണ്. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ രംഗത്ത് വെറും ഉപഭോക്താവായി നിലനിൽക്കുന്ന രാജ്യമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന, ഭാവി യുദ്ധങ്ങളിൽ മത്സരിക്കാൻ കഴിയുന്ന സാങ്കേതിക ശക്തി കൈവശമാക്കാനുള്ള ശ്രമമാണ് AMCA. DRDOയുടെ ഷോർട്ട് ലിസ്റ്റിംഗ് നടപടിയോടെ ഈ സ്വപ്നം ഒരു പടി കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ ഈ പദ്ധതി എത്ര വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇന്ത്യയുടെ ആകാശശക്തിയുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.